മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് അവസരം മുതലെടുത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ കുറച്ച് തെളിവുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ലോകം ഈ യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്തും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം, പരിശോധിക്കാം. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ഒരു എണ്ണക്കപ്പൽ നമ്മുടെ മുംബൈ തീരത്തെ കണിഞ്ഞു. അതേപോലെ തന്നെ ഇറാൻ 2 എണ്ണക്കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അനുമതി നൽകി. പുഷ്പക്, പരിമള് എന്ന് പറയുന്ന 2 കപ്പലുകൾക്കാണ് അനുമതി നൽകി എന്ന വാർത്ത മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവര് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റു വാർത്തകൾ കൊടുക്കാതിരിക്കുകയാണോ? നമ്മളിവിടെ പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CNN ന്യൂസില് അത് ഏറ്റുപിടിച്ച് നമ്മുടെ നാഷണൽ മീഡിയാസിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്. നാഷണൽ മീഡിയാസിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 8 LPG ഷിപ്പുകൾ, കപ്പലുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ ഹോർമൂസ് കടലിടുക്കിന്റെ അടുത്തെത്തിയിരിക്കുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ പോസിറ്റീവിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമത്തിലും നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ അങ്ങ് പോസിറ്റീവിലേക്ക് എത്തുകയല്ല. ഇറാന് കൃത്യമായിട്ടുള്ള ഓഫർ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇറാന്റെ 250 നാവികര് നിലവിൽ തന്നെ നമ്മുടെ രാജ്യത്ത് അഭയം തേടിയിട്ടുണ്ട്. അവർക്ക് പൂർണ്ണ സുരക്ഷ മോദി സർക്കാർ നൽകി മുന്നോട്ട് പോകുന്നു. ആ 250 നാവികരെയും സുരക്ഷിതമായിട്ട് ഇറാനിലേക്ക് എത്തിക്കാമെന്നുള്ള കൃത്യമായ വാഗ്ദാനം നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ ഉയർത്തി കഴിഞ്ഞു. ഇതിനനുസരിച്ചുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 LPG കപ്പലുകൾ, LPGകളുമായി സുന്ദരമായ വാർത്തയാ ഇത് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? നമ്മുടെ നാട്ടിൽ ഭീതി പടർത്താനോ? ഇതല്ലേ സുന്ദരമായ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര വിജയ? എല്ലാ രീതിയിലും ഇറാൻ ഇതിന് അനുമതി കൊടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് സമയത്ത് ഇത് മാത്രല്ല, 28 ചരക്ക് കപ്പലുകള്, വ്യാപാര കപ്പലുകളും അനുമതിക്കായിട്ട് നിൽക്കുന്നു. അതിനുള്ള അനുമതിയും ഏറെക്കുറെ ശരിയാവുന്നു. നമുക്കറിയാം, 4 കപ്പലുകൾ എണ്ണയും ഗ്യാസുമായിട്ട് റഷ്യയിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്തും സൗദി അറേബ്യയിൽ നിന്ന് ഒരു എണ്ണക്കപ്പൽ നമ്മുടെ മുംബൈ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തേതാണ് വലിയ കടമ്പ. ആ കടമ്പ നമ്മള് സുന്ദരമായിട്ട് കടന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 8 LPG കപ്പലുകള് എത്താൻ പോകുന്നു. ഇത് വലിയ രീതിയിൽ ഒരു നയതന്ത്ര വിജയമായിട്ട് CNN ന്യൂസ് ഉൾപ്പെടെ വാർത്തയാക്കി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. ഈ സന്ദർഭത്തില് കോൺഗ്രസ് ഇവിടെ രംഗത്തെത്തിയിട്ട് ഒരു കലാപത്തിനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതിന് എത്രത്തോളം തെണ്ടിത്തരമാണെന്നോ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എക്സില് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതായത് രാജ്യത്ത് ഫുള്ള് പ്രശ്നമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗ്യാസിന് വേണ്ടി വരി നിൽക്കുന്ന ഒരു പോസ്റ്റ്. ആ ഫോട്ടോ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന 2011 ഫോട്ടോയാണ്. ഇത് സകല മലയാളികളും തിരിച്ചറിയണോ? അല്ലെങ്കിലും സകല മലയാളികളും ഇന്നിപ്പോ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ 45 ദിവസത്തേക്ക് ഗ്യാസ് ബുക്കിംഗ് എന്നങ്ങനെ തോന്നിയതുപോലെ പല വാർത്തകളാണ് ഗ്യാസുമായി ബന്ധപ്പെട്ട് ഇവിടെ കോൺഗ്രസ് ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം മറ്റൊരു ഭാഗത്ത്, അതായത് ഇവിടെ ഒരു കലാപ ലക്ഷ്യമുണ്ട്. ഈ പറയുന്നത് രാജ്യം കുട്ടിച്ചോറാവണമെന്ന് ആഗ്രഹിക്കുന്ന സകലർക്കും വലിയ ലക്ഷ്യമുണ്ട്. ഇതിന്റെ പേരില് ജനങ്ങളെ ഭയപ്പെടുത്തിയിട്ട്, ജനങ്ങൾക്കിടയിൽ ഭയം വിതറിയിട്ട് വലിയ പ്രശ്നത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ 2011 ഫോട്ടോ പോലും പൊക്കിപ്പിടിച്ച കോൺഗ്രസ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഗ്യാസ് ഒക്കെ എത്ര വീടുകളിൽ ഗ്യാസ് ഉണ്ടായിരുന്നു 2014 വരെ? ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. 2016
രാജ്യത്ത് ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഗ്യാസ് പോലും സൗജന്യമായിട്ട് വീടുകളിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചിട്ടുള്ളത് ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് കൊടുത്തത് എത്ര സുന്ദരമായിട്ടുള്ള പദ്ധതിയായിരുന്നു. അതായത് വ്യക്തമായിട്ട് പറയുന്നു, വിറക്, കൽക്കരി എന്നിവയ്ക്ക് പകരം ശുദ്ധമായ പാചക ഇന്ധനം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്ത് എത്ര വീടുകളിൽ ഗ്യാസ് ഉണ്ടായിരുന്നു? ഇതൊക്കെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതല്ലേ? പെട്ടെന്ന് ഗ്യാസ് കിട്ടുന്ന ഒരു സംവിധാനം പോലും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന സമയത്തല്ലേ ഉണ്ടായിട്ടുള്ളത്? ഒക്കെയായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ഊളത്തരമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു എക്സ്പോസ് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ലോകം അസ്ഥിരമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കടൽ പ്രക്ഷുബ്ധമാണ്. ഇന്ത്യയുടെ എണ്ണ വിതരണത്തിന് ഭീഷണിയുണ്ട്. നമ്മുടെ ഇറക്കുമതിയുടെ 40%-ലധികവും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. LPG-യുടെയും LNG-യുടെയും സ്ഥിതി കൂടുതൽ മോശമാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തങ്ങളില്ലേ? ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്റെ ജനതയോട് വിളിച്ചു പറയണ്ടേ, സമാധാനമായിട്ടിരിക്കോ, നമ്മുടെ രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല, നമ്മൾ ശക്തമായിട്ട് ഒരുമിച്ച് ഇതിനെ നേരിടും, ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കുമെന്ന് വിവരവും വിവേകവുമുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എങ്കിൽ വിളിച്ചു പറയേണ്ടത് ഇത്തരത്തിലല്ലായിരുന്നോ? അല്ലാതെ ഭയപ്പെടുത്തുക. കോൺഗ്രസ് രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ഭയന്ന് മാറി നിൽക്കുമായിരിക്കും. എന്നാൽ ഇതൊന്നും കണ്ട് ഭയന്നല്ല നരേന്ദ്രമോദി സർക്കാർ മാറി നിൽക്കല്ല, മറിച്ച് ഈ അവസരത്തിൽ പോലും ഇറാൻ എന്താണോ വേണ്ടത്, നിങ്ങളുടെ നാവികരെ ഞങ്ങൾ എത്തിക്കാം, ഞങ്ങളുടെ LPG ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കപ്പലുകൾ കടത്തിവിടോ, കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. കൃത്യമായി രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നോക്കാം രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന്റെ ബാക്കിയാ. സംഘർഷം നമ്മുടെ പിൻമുറ്റത്തെത്തിയിരിക്കുന്നു. ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങി, എന്നിട്ടും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി എന്താണ്? ഒരു വിവരവുമില്ല. വെറുതെയാണോ ഇയാളെയൊക്കെ പപ്പു എന്നൊക്കെ പലരും വിളിച്ചിരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ എല്ലാം ഇന്ത്യയുടേതാണോ? അതിന് കൃത്യമായ ലിമിറ്റുകളില്ലേ? അതിന് കൃത്യമായ പരിധികളില്ലേ? കൃത്യമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ്, ഇന്ത്യ കൃത്യമായിട്ട് ഈ പറയുന്ന കപ്പലിന് നിർദ്ദേശം കൊടുത്തതാണ്, അപകടമാണ്, നിങ്ങൾ പോവരുത് എന്ന്. അത് അവഗണിച്ചുകൊണ്ടാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അപകടം സംഭവിച്ചോ? നമ്മുടെ രാജ്യാതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലത്തല്ല ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യാതിർത്തി കടന്നു, അത് കഴിഞ്ഞും കിലോമീറ്ററുകൾ ഒരുപാട് മാറിയതിനു ശേഷമാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. എന്തിനാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനമില്ലാതാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്? ഈ യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ വലിച്ചിഴക്കുകയാണോ ഈ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ച് നമ്മുടെ രാജ്യത്തെ ജനതയുടെ സമാധാനം നഷ്ടപ്പെടുത്തലാണോ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? ഈ പോസ്റ്റൊക്കെ കാണുമ്പോൾ അത്തരത്തിലല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? തുടർന്ന് നോക്കാം. ഇതുപോലുള്ള ഒരു നിമിഷത്തിൽ നമുക്ക് ചക്രത്തിൽ സ്ഥിരതയുള്ള ഒരു കൈ ആവശ്യമാണ്. ഏത് കൈ? ജോസഫ് മാഷിന്റെ കൈയോ? അത്തരം ആളുകളാണല്ലോ ഇപ്പൊ കോൺഗ്രസിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത്. പറയിപ്പിക്കരുത് കൈയിന്റെ ലക്ഷ്യമായിട്ട്. പകരം നമ്മുടെ തന്ത്രപരമായ സ്വയംഭരണം ഉപേക്ഷിച്ചൊരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലുള്ളത്. എന്തൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ചു പറയുന്നത്? ഈ രാഹുൽ ഗാന്ധിയൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചാലേ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് എത്ര സുന്ദരമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഹോർമൂസ് കടലിടുക്കിലൂടെ 8 LPG കപ്പലുകള് ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരൊറ്റ കപ്പലുകൾ പോവാതിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഒരു എണ്ണ കപ്പൽ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല 2 കപ്പലുകൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഈ 8 കപ്പലുകൾ ഏത് നിമിഷവും ഹോർമൂസ് കടലിടുക്ക് താണ്ടി നമ്മുടെ തീരത്തണിയൂ.
ഇത്രയും സുന്ദരമായ നയതന്ത്ര വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം രാജ്യത്ത് സമാധാനമുണ്ട്, ഈ യുദ്ധഭീതിയെ നമ്മൾ മറികടക്കുമെന്ന് വിളിച്ചു പറയേണ്ട പ്രതിപക്ഷ നേതാവൊക്കെ നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു തർക്കമില്ല വേണ്ട. നരേന്ദ്രമോദിയുടെ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര വിജയ ഈ യുദ്ധഭീതിയിൽ പോലും ഓർമോസ് കടലിടുക്ക് താണ്ടി നമ്മുടെ തീരത്തേക്ക് ചരക്ക് കപ്പൽ, എണ്ണക്കപ്പലുകൾ പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.